Hi everyone. In today's class, I am going to discuss about transducer. Transducer is a device which convert a physical quantity into proportional electrical signal. അതായത് ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇപ്പം ഒരു പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് നമ്മുടെ ഒരു ഡിവൈസിൻ്റെ ഇൻപുട്ടെങ്കിൽ അത് ആ പ്രൊപ്പോർഷണലായിട്ടുള്ള ഇൻപുട്ടിന് പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അറ്റ് ഈസ് ഇൻ ഫോം ഓഫ് വോൾട്ടേജ് ഓർ കറണ്ട്, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട്. ഇപ്പം ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഇൻപുട്ട് ആ ഡിവൈസ് എന്ത് ചെയ്യും, അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ളൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. A transducer will have basically two main components. First one is sensing element, and other one is transduction element. So sensing element senses the non-electrical quantity. ഈ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ സെൻസ് ചെയ്യും ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ്. ഒരു ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റിലേക്ക് അത് പാസ് ചെയ്യും. സോ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് ദി നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അതായത് ഇവിടുന്ന് റിസീവ് ചെയ്ത നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏതാണ്, ട്രാൻസ്ഡക്ഷൻ എലമെൻ്റാണ്. സോ ഫസ്റ്റ് സെൻസിങ് എലമെൻറ്റ് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ സെൻസ് ചെയ്തു, അത് എന്നിട്ട് ഏതിലേക്ക് പാസ് ചെയ്തു, ഈ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റിലേക്ക് പാസ് ചെയ്തു. ഇവിടെ ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ് എന്ത് ചെയ്തു, ഈ നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ. സോ ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസ് ഓഫ് ട്രാൻസ്ഡക്ഷൻ എലമെൻറ്റ്. ഏത് ട്രാൻസ്ഡക്ഷൻ മീഡിയമാണ് യൂസ് ചെയ്തത് അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. തേർഡ് വൺ ആക്റ്റീവ് പാസീവ് ട്രാൻസ്ഡ്യൂസർ, അനലോഗ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ, and transducer and inverse transducer. These are the main classifications of transducer. So first one, classification based on the principle of transduction. അപ്പം ഏതാണ് ട്രാൻസ്ഡക്ഷൻ മീഡിയം യൂസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഡക്ഷൻ മീഡിയം മേ ബി റെസിസ്റ്റീവ്, ഇൻഡക്റ്റീവ് ഓർ കപ്പാസിറ്റീവ്. ഇപ്പോൾ കപ്പാസിറ്റീവ് ആണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ മീഡിയ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡക്റ്റർ ആണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ മീഡിയ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, കപ്പാസിറ്റീവ് ആണെങ്കിൽ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ, അതേപോലെ തന്നെ ഇൻഡക്റ്റീവ് ആണെങ്കിൽ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽസ്, ഇപ്പം ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ഒരു ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു ഫിക്സഡ് പ്ലേറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഒരു മൂവിങ് പ്ലേറ്റും ഉണ്ട്. ഇപ്പോൾ ഈ കപ്പാസിറ്റർ അറിയാം, നമ്മൾ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ട് പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ ഇൻസുലേറ്റീവ് മീഡിയം. ഒരു ഇൻസുലേറ്റീവ് മീഡിയം ഉപയോഗിച്ചിട്ട് രണ്ട് കണ്ടക്റ്റിംഗ് പ്ലേറ്റ് സെപ്പറേറ്റ് ചെയ്ത് അതിനാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയാം, കപ്പാസിറ്റർ എന്ന് പറയാം. സോ ഇവിടെ അതേപോലെ ഒരു ഫിക്സഡ് പ്ലേറ്റും ഉണ്ട്, ദെൻ ഒരു മൂവിങ് പ്ലേറ്റും ഉണ്ട്. സോ ഈ ഫിക്സഡ് പ്ലേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ഈ മൂവിങ് പ്ലേറ്റിന് നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. സോ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ഇൻപുട്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം ഇവിടുന്ന് ഇതിനെ ഇവിടത്തേക്ക് മൂവ് ചെയ്യുന്നു. സോ ഈ മൂവിങ് പ്ലേറ്റിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ദാറ്റ്സ് അവർ ഇൻപുട്ട്. അപ്പം ഇതിനെ മൂവ് ചെയ്ത സമയത്ത് എന്ത് മാറും, ഇതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ചേഞ്ച് ആവും. സോ കപ്പാസിറ്റൻസ് നമുക്കറിയാം, സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡി. ഡിയും സിയും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡി ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പ്ലേറ്റ്സ് ആൻഡ് സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡി. സോ ഇവിടെ ഇപ്പോൾ എന്താണ്, ഡി ഇൻക്രീസ് ആവുകയും ചെയ്ത്. ഡി ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് സിയുടെ വാല്യൂ എന്താവും, കുറയും. സോ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു, ആ ഡിസ്പ്ലേസ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഡക്ഷൻ മീഡിയത്തിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ചേഞ്ചസ് വന്നു. സോ കപ്പാസിറ്റൻസ് വാല്യൂസ് ചേഞ്ചസ് വന്നപ്പം എന്തായി, അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് വരും. സോ നമ്മൾ എന്താണോ ട്രാൻസ്ഡക്ഷൻ മീഡിയം യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ട്രാൻസ്ഡ്യൂസർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡക്ടറാണ് കപ്പാസിറ്റൻസ് പകരം ഇൻഡക്ടറായി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. അതേപോലെ റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നതിന് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. നെക്സ്റ്റ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഡ്യൂസറിൽ ഒരു മെക്കാനിക്കൽ പാർട്ടും ഉണ്ടാകും, അതേപോലെ തന്നെ ഒരു ഇലക്ട്രിക്കൽ പാർട്ടും ഉണ്ടാകും. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണെങ്കിൽ മെക്കാനിക്കൽ പാർട്ട്, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്, ഇതാണ് നമ്മുടെ
ഒരു ട്രാൻസ്ഡ്യൂസർ, ഇതിൽ ഫസ്റ്റ് വൺ ബോർഡൻ ട്യൂബാണ്. ഈ ബോർഡൻ ട്യൂബിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് അവർ ഇൻപുട്ട്. ഇതാണ് നമ്മൾ ഇൻപുട്ട്. അപ്പം ഈ ഇൻപുട്ടിൽ പ്രഷർ അപ്ലൈ ചെയ്തപ്പം ഈ ബോർഡൻ ട്യൂബിൻ്റെ ഇത് ഫിക്സഡ് എൻഡും ഇത് ഫ്രീ എൻഡുമാണ്. സോ ഇവിടെ എന്തുണ്ടായി? എക്സ്പാൻഷൻ ഉണ്ടായി. സോ എക്സ്പാൻഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇതിൽ എന്തുണ്ടായി? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് എക്സ്പാൻഷൻ ചെയ്യുന്ന മുകളിലോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ LVDT കോർ അത് ഏതുമായിട്ട് ഒരു പുള്ളി വഴി ഏതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഈ LVDTയുടെ കോറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ കോറ് ഈ മുകളിലോട്ടേക്ക് മൂവ് ചെയ്യും. മുകളിലോട്ടേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ നേരത്തെ ഉണ്ടായ ഫ്ലെക്സ് ലിങ്കിങ് അല്ല ഇപ്പോൾ ഉണ്ടായത്. അതായത് നേരത്തെ സെക്കൻഡറി ആയിട്ട് ഉണ്ടായ ഫ്ലെക്സ് ലിങ്കിങ് അല്ല ഇപ്പം ഈ ട്രാൻസ്ഫോമർ LVDTയുടെ കോറ് മുകളിലോട്ടേക്ക് മൂവ് ചെയ്തപ്പോൾ ഉണ്ടായത്. സോ അപ്പോൾ എന്തായി? അതിന് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടായ ചേഞ്ചസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ടിൽ ചേഞ്ച് വന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പ്രഷറിന് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ മെക്കാനിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ മെക്കാനിക്കൽ ഡിവൈസ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്നും. ദെൻ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത ഡിവൈസ് LVDT ആണ്. സോ LVDTനെ നമ്മൾ എന്ത് പറയുന്നു? സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. സോ this is our primary transducer and LVDT is our secondary transducer. അപ്പോൾ ഫസ്റ്റ് പ്രഷറിനെ ഡിസ്പ്ലേസ്മെൻ്റായി കൺവേർട്ട് ചെയ്തു. ദെൻ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ കോറിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയാണോ മൂവ് ചെയ്തതിന് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഫ്ലെക്സ് ലിങ്കിങ്ങിൽ ചേഞ്ചസ് വന്നു. സോ ആ ഫ്ലെക്സ് ലിങ്കിന് ചേഞ്ചസ് വന്നപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിലും ചേഞ്ചസ് വന്നു. സോ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്തു. സോ LVDT ആണ് നമ്മുടെ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. സോ LVDTനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സോ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് പ്രൈമറിയും സെക്കൻഡറിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. നെക്സ്റ്റ് പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. എ ട്രാൻസ്ഡ്യൂസർ വിച്ച് റിക്വയർ ദ പവർ ഫ്രോം എൻ എക്സ്റ്റേണൽ സപ്ലൈ സോഴ്സ്. ഇപ്പം എക്സ്റ്റേണൽ സപ്ലൈ സോഴ്സ്, അത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു സപ്ലൈ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാസീവ് ട്രാൻസ്ഡ്യൂസർ. ഇപ്പം ഈ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എല്ലാം അധികവും ഏതാണ്? എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ സോഴ്സ് അപ്ലൈ ചെയ്തിട്ട് കപ്പാസിറ്റീവ്, റെസിസ്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആർ ദ മെയിൻ എക്സാമ്പിൾസ് ഓഫ് ദ പാസീവ് ട്രാൻസ്ഡ്യൂസർ. അതിലൊക്കെ നമ്മൾ എന്താണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ദിസ് ഈസ് കോൾഡ് സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ. അതായത് വിച്ച് ഡസ് നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ പവർ സോഴ്സ്. അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരു പാസീവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പവർ സോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോലെ ഏതിൽ വേണ്ട? ഈ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ വേണ്ട. അതെന്ത് ചെയ്യും? സെൽഫ് ജനറേറ്റ് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ. സോ നമുക്കറിയാം പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറിൻ്റെ പ്രത്യേകത, പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ എബിലിറ്റി ഓഫ് സർട്ടൻ മെറ്റീരിയൽസ് ടു ജനറേറ്റ് ആൻ ഇലക്ട്രിക്കൽ ചാർജ് ഇൻ റെസ്പോൺസ് ടു അപ്ലൈഡ് മെക്കാനിക്കൽ സ്ട്രെസ്. അതായത് പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്ലൈഡ് ഫോഴ്സിന് അല്ലെങ്കിൽ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു പീസോ ഇലക്ട്രിക് മെറ്റീരിയലാണ്. സോ ആ മെറ്റീരിയൽ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യാണ്. സോ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ വോൾട്ടേജിനെ നമുക്ക് എന്ത് ഉപയോഗിച്ച് മെഷർ ചെയ്യാം? വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാം. സോ ഇവിടെ എന്താണ്? എക്സ്റ്റേണലി നമ്മൾ ഒരു സോഴ്സും അപ്ലൈ ചെയ്തിട്ടില്ല, പവർ സപ്ലൈ അപ്ലൈ ചെയ്തിട്ടില്ല. ഇവിടെ ഇൻറ്റേർണലി അത് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പീസോ ഇലക്ട്രിക് മെറ്റീരിയലിൽ അത് സെൽഫ് ജനറേറ്റ് ആണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിനെ നമ്മൾ എന്ത് പറയും? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. നെക്സ്റ്റ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. The output signal of the transducer may be continuous or discrete. കണ്ടിന്യൂസ് ആവുക അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആവുക. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് സിഗ്നൽ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആണോ അതിനെ ബേസ് ചെയ്തിട്ട് അനലോഗും ഡിജിറ്റലായിട്ട് ട്രാൻസ്ഡ്യൂസറിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഔട്ട്പുട്ട് സിഗ്നൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ട്രാൻസ്ഡ്യൂസർ ഏത് കാറ്റഗറിയിൽ വരും? അനലോഗ് transducer. The analog transducer changes the input quantity into a continuous function. അതായത് നമ്മുടെ ഇൻപുട്ട് ക്വാണ്ടിറ്റീനെ അത് ഔട്ട്പുട്ടിൽ എന്തായിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട്. ഇനി അതൊരു പൾസ് ഫോമിലാണ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻപുട്ടിനെ ഒരു പൾസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ഫോമിലാണ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസറിനെ എന്ത് പറയും? ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. So examples of analog transducer, LVDT, thermocouple, thermistor are the examples of
അനലോഗ് ട്രാൻസ്ഡ്യൂസർ. ഡിജിറ്റൽസ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ക്വാണ്ടിറ്റീനെ ഒരു ഡിജിറ്റൽ സിഗ്നലായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. ദ ഡിവൈസ് വിച്ച് കൺവേർട്ട് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. അതായത് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെ വി കോൾ ഇറ്റ് ആസ് transducer. An inverse transducer is a device which convert a electrical quantity into physical quantity. Electrical quantity na physical quantity ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ, അതായത് സാധാരണ ട്രാൻസ്ഡ്യൂസറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൺവേർഷൻ. നമ്മൾ ട്രാൻസ്ഡ്യൂസറിൽ എന്താ സംഭവിക്കുന്നത്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിന് നേരെ റിവേഴ്സ്, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഏതായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ.